ഹായ് മക്കളെ, +2 ബോർഡ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്നറിയാം. പക്ഷേ +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു ഡോക്ടർ ആവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ +2 സയൻസ് ഒക്കെ എടുത്ത് എത്തിയിരിക്കുന്നതെങ്കിൽ, പക്ഷേ +1 ചിലപ്പോൾ നിങ്ങളത് മറന്നു പോവുകയും +1 ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉഴപ്പി കളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നീറ്റ് സ്കോർ അല്ലെങ്കിൽ നീറ്റിലൊരു ഹൈ സ്കോർ ചെയ്തിട്ടുള്ള ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം അവർ +1 +2 ഗംഭീരമായി പഠിച്ച ആളുകളാണ് ശരിക്കും നീറ്റിൽ 720 അല്ലെങ്കിൽ 700+ ഒക്കെ വാങ്ങി ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ MBBS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ ആവുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ +1 നിങ്ങൾ ഉഴപ്പിപ്പോയി എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ +2, അതായത് ഒരു വർഷം നമ്മുടെ മുന്നിലുണ്ട്. 2025 നീറ്റ് എക്സാം മെയ് മാസത്തിലെ ആദ്യത്തെ ഫസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോ ഒക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവാം. അപ്പോൾ ഏകദേശം ഒരു വർഷം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് +2 ബോർഡ് എക്സാമിന് പഠിക്കുകയും അതിനൊപ്പം +1 +2 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയും ചെയ്തവർ നിങ്ങൾക്ക് 2025 നീറ്റ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നീറ്റ് എന്ന് പറയുന്നത് നമ്മൾ +2 ബോർഡ് എക്സാമിന് അല്ലെങ്കിൽ +1 ബോർഡ് എക്സാമിന് പഠിക്കുന്ന ടോപ്പിക്കുകൾ മാത്രമാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സത്യത്തിൽ +1 +2 NCERT ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്നത്. ഇതേ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നീറ്റിൻ്റെ ചോദ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വഴിയിലൂടെ പോകേണ്ട കാര്യങ്ങളല്ല. +1 +2 ബോർഡ് എക്സാമിനൊപ്പം തന്നെ നമുക്ക് നീറ്റും പ്രിപ്പയർ ചെയ്യാനും നീറ്റ് ഈസിയായി +2 ബോർഡ് എക്സാം കഴിഞ്ഞ ആദ്യ ചാൻസിൽ തന്നെ നീറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് സൈലം സൂപ്പർ കിങ്സ് 2.0 എന്ന് പറയുന്ന ബാച്ച് അനൗൺസ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ കിങ്സ് 2.0 നമ്മൾ നിങ്ങളെ +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യിക്കുന്നതിനോടൊപ്പം +1 ടോപ്പിക്കുകൾ കൂടി റിവൈസ് ചെയ്യിപ്പിച്ച് 2025 നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ സകല സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുകയും +2 ബോർഡ് എക്സാം കഴിഞ്ഞ ആദ്യ ചാൻസിൽ തന്നെ നീറ്റിൽ ഒരു 700+ സ്കോർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ MBBS അഡ്മിഷൻ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ +2 ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിലെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് എന്നറിയുന്ന നമ്മൾ എന്തിനാണ് ഒരു വർഷം അതിനായി മാറ്റിവെക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. +2 ബോർഡ് എക്സാമിനൊപ്പം നമ്മൾ 2025 നീറ്റ് ക്രാക്ക് ചെയ്യാൻ പോകുന്നു. സമയം അവസാനിച്ചിട്ടില്ല. തീരുമാനമെടുക്കാൻ ഇനിയും വൈകരുത്. സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് 2.0 ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക.